السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. الحمد لله. വളരെ മുബാറക്കായ പ്രൗഢമായ വേദി, അതുപോലെ തന്നെ നമ്മുടെ സദസ്സും മഹാന്മാരായ സയ്യിദന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ബഹുമാന്യരായ മുശാവറ മെമ്പർമാരടക്കമുള്ള ഉസ്താദുമാർ നമ്മുടെ സദസ്സിലും പ്രഗത്ഭരായ ഉസ്താദുമാരാണ്, ആലിമീങ്ങളാണ്, അതിലേറെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നിഷ്കളങ്കരായ പ്രവർത്തകരാണ്. അല്ലാഹു നമ്മുടെ ഈ സഅയികളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലും സ്വാലിഹായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വളരെ പ്രൗഢമായ ഒരു വിഷയാവതരണത്തിന് ശേഷം എന്നെ ക്ഷണിക്കപ്പെട്ടത് തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ്. വലിയ വലിയ ഉസ്താദന്മാരാണ് വേദിയിലും സദസ്സിലുമുള്ളത്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ അറിവും പ്രഭാഷണവും എഴുത്തും സേവനങ്ങളും എല്ലാ നിലക്കും പ്രഗത്ഭമായ ഈ സദസ്സിൽ വിഷയസംബന്ധമായി ഏതാനും ചില സൂചനകൾ നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള ഉസ്താദുമാരെ, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റ് ബിദ്അഈ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അതല്ലെങ്കിൽ കള്ളത്വരീഖത്തുകളെ അപേക്ഷിച്ച് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. പ്രയാസം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും സാധാരണക്കാരും അതുപോലെ തന്നെ ചില വേളകളിലൊക്കെ നമ്മൾ ഉസ്താദുമാരും പ്രതിസന്ധിയിലാകുന്നൊരു വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. പല ഉസ്താദുമാരും പള്ളികളിലൊക്കെ ഖതീബായിക്കൊണ്ടും മുദരിസായിക്കൊണ്ടൊക്കെ സേവനം ചെയ്യുന്നവരായിരിക്കും, ഉസ്താദുമാരായിക്കൊണ്ടും മറ്റുമൊക്കെ. ഇവർക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നാം സേവനം ചെയ്യുന്ന ഏരിയകളിൽ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകർ കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കേണ്ടുന്ന പല ആളുകളും അവരെക്കുറിച്ച് പറയും, അതിനിപ്പോ എന്താ പ്രശ്നം, അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കണവരൊന്നുമല്ലല്ലോ, അവര് പള്ളി വരുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ആളുകളോട് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു, സുന്നത്തുകളെ കുറിച്ച് പറയുന്നു, വിഭാഗീയതകളോ ആളുകളെ എതിർക്കലോ ശല്യപ്പെടുത്തലോ ഇതൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ, അവരങ്ങനെ ചെയ്തു പോയിക്കോട്ടെ, ഉസ്താദ് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അവരെക്കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ നാട്ടിൽ പ്രശ്നമാവും. ഇതോടുകൂടി നമ്മൾ ഉസ്താദുമാർ ബുദ്ധിമുട്ടിലായി. പലപ്പോഴും സാധാരണക്കാര് പ്രയാസപ്പെടാറുണ്ട്. കാരണം സാധാരണക്കാരുടെ മുന്നിൽ അവർ ദീനിന്റെ ശിആറുകളെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു താല്പര്യം. അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ അഖീദകളെ കുറിച്ചോ മറ്റോ കൂടുതലൊന്നും അറിയുന്നവരല്ല. ബാഹ്യമായ പ്രകടനങ്ങൾ, ബാഹ്യമായ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണക്കാരും ചിന്തിക്കും ഇതൊരു നല്ല വഴിയാണ് എന്ന്. ഇവിടെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രയാസം, തബ്ലീഗ് ജമാഅത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഉസ്താദുമാരെ, തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ള വിഷയം പ്രസക്തമാകുന്നു. ഞാൻ പറഞ്ഞല്ലോ,
സാധാരണക്കാരായ ആളുകൾക്ക് മുന്നിൽ ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് ചില കള്ളത്തരീക്കത്തുകളെ പോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്. കള്ളത്തരീക്കത്തുകാരുടെ പ്രശ്നവും ഇതേ രൂപത്തിൽ തന്നെയാണ്. ഒരു വ്യക്തി തരീക്കത്തിന്റെ തഅലീമുകളിലേക്ക് മജ്‌ലിസുകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. എന്തോ ചില സാഹചര്യങ്ങളെ കൊണ്ട് ആ വ്യക്തി ആ തഅലീമിൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു, തിരിച്ചു വരുന്നു. അവരോട് നമ്മൾ ഉസ്താദുമാർ ചോദിക്കുക എന്തേ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നത്? ആ വ്യക്തി നല്ല ആവേശത്തോടു കൂടി പറയും അവിടെ ഉസ്താദെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സുന്നികളെ കുറിച്ചോ സമസ്തക്കാരെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ കുറച്ച് ദിക്റുകൾ ചൊല്ലി, അള്ളാഹുവിനെ കുറിച്ച് നല്ല ഖൗഫ് ഉണ്ടാക്കുന്ന ചില ക്ലാസ്സുകളും കേട്ടു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അവതരണമായിരുന്നു. ചില ആളുകൾ ഒരു പടി കടന്നു പറയും, ഞങ്ങൾ ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു ഖൗഫ് ഉണ്ടാക്കുന്ന പ്രസംഗം കേട്ടിട്ടില്ല. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ. പലപ്പോഴും തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകർ, അതിന്റെ പണ്ഡിതന്മാർ നമ്മൾ ഉസ്താദുമാരോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെ അവരിലേക്ക് വശീകരിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു രീതിയുണ്ട്. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. ഒരു 3 ദിവസം, സൗകര്യപ്പെടുമെങ്കിൽ ഒരു 40 ദിവസം ഞങ്ങളുടെ കൂടെ വരും. നിങ്ങൾ തബ്ലീഗ് ആകൊന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. ഏതെങ്കിലും സാധാരണക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളിൽ വശംവദരായിക്കൊണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ 3 ദിവസത്തെ അല്ലെങ്കിൽ 40 ദിവസത്തിന്റെ ദഅവ പരിപാടികളിൽ പങ്കെടുത്തവരാണെങ്കിൽ അവരത് കഴിഞ്ഞു വന്നുകൊണ്ട് പറയും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര മനോഹരമായ പ്രവർത്തനമാണ്, കൃത്യമായ ജമാഅത്ത് നിസ്കാരം, ഒറ്റ സുന്നത്തുകളെയും ഒഴിവാക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഖൗഫ് ഉണ്ടാക്കുന്ന, ദീനിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് ചിന്തിപ്പിക്കുന്ന നല്ല ക്ലാസുകൾ. ഈ 40 ദിവസം ഞങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴും സുന്നികളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല, മൗലിദിനെ വിമർശിച്ചിട്ടില്ല, മഖാമുകളിൽ പോകുന്നതിനെ വിമർശിച്ചിട്ടില്ല. അവർ വെറും നല്ല പെരുമാറ്റം. ആ രൂപത്തിൽ തന്നെയാണല്ലോ തബ്ലീഗുകാരെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. നല്ല വേഷമായിരിക്കും, നല്ല നീണ്ട താടി, നല്ല ആരും താല്പര്യപ്പെടുന്ന തരത്തിലുള്ള നല്ല വേഷം, കയ്യിൽ ഒരുപക്ഷെ നല്ല തസ്ബീഹ് മാല കാണും. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം, ആ അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചും തരീഖത്തുകളെക്കുറിച്ചും തീരുമാനം പൊതുജനങ്ങൾ അറിയിച്ചതുപോലെ 1965 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞത്. എന്തായിരുന്നു സമസ്തയുടെ തീരുമാനത്തിന്റെ ആകത്തുക? തബ്ലീഗ് ജമാഅത്ത് വഹാബികളെ പോലെ ജമാഅത്തുകാരെ പോലെ ഒരു ബിദ്ഈ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തുമായി ആരും ബന്ധപ്പെടരുത്, അതിൽ വിട്ടു നിൽക്കണം. ബഹുമാനമുള്ള സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഈ രൂപത്തിൽ തീരുമാനമെടുത്തത്? ഇതാണ് നാം അറിയേണ്ടത്. ഇവിടെ കേൾപ്പിക്കപ്പെട്ടല്ലോ, നമ്മൾ ഇവിടെ കൂടി പിരിഞ്ഞുപോയി, ഇൻഷാ അല്ലാഹ് ശേഷം ജില്ലാ തലങ്ങളിലും റേഞ്ച് തലങ്ങളിലുമായി കൊണ്ട് ഗംഭീരമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് വിവിധ പ്രചരണ പരിപാടികൾ, അതിലേറെ ആദർശ ബോധം നൽകുന്ന വിവിധ പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമ്മൾ അറിയേണ്ടുന്ന കാര്യം, പരിശുദ്ധമായ ദീനിൽ കേവല പ്രവർത്തനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. അതാണ് ഈ വിഷയത്തിലെ പോയിന്റ്. കേവല പ്രവർത്തനങ്ങൾ, അതേത് പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കേവല പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധമായ ദീനിൽ ഒരു സ്ഥാനവുമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടതുപോലെ ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പരിശുദ്ധമായ ദീനിൽ സ്ഥാനമുള്ളൂ. വിശ്വാസ വൈകല്യത്തോടുകൂടെയുള്ള ഏത് പ്രവർത്തനമാണെങ്കിലും ശരി, ഒരുപക്ഷെ ഒരുപാട് കാശ് ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് സമയം ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളായിരിക്കാം. ആളുകൾ കാണുമ്പോൾ
ഏറെ താല്പര്യപ്പെടുന്ന ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഏത് കാര്യമാണെങ്കിലും, നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും സദഖയാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, ഏത് വിഷയമാണെങ്കിലും ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ആര് പ്രവർത്തിക്കുന്നോ അതിന് മാത്രമേ ദീനിൽ സ്ഥാനമുള്ളൂ. ബഹുമാന്യനായ ഉസ്താദ് അലവി ദാരിമി നിങ്ങളെ കേൾപ്പിച്ചല്ലോ പരിശുദ്ധമായ ആയത്തിനെ കുറിച്ച്. അതാണ് തബ്ലീഗ് ജമാഅത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നല്ല നാം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. കേവല പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ ദീനിൽ അതിനൊരു പരിഗണനയുമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആരെന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരെന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അവർക്കൊരിക്കലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ആര് ചെയ്താലും, പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ അവിടെ നിബന്ധന ആയിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഹുവ മുഅ്മിൻ. ആ സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തി ശരിയായ വിശ്വാസമുള്ളവനായിരിക്കണം. ശരിയായ വിശ്വാസത്തോടുകൂടി ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്കാണ് ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, ഈ സ്ഥാനമുള്ളത്, ഈ പ്രതിഫലമുള്ളത്, സ്വർഗപ്രവേശനം എന്നുള്ളത്. പല ആയത്തുകളിലായിക്കൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ചെറുപ്പകാലത്ത് അധികമൊന്നും പഠിക്കാൻ സാധിച്ചില്ല, പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മദ്രസാ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു, കൂടുതലൊന്നും ദീനിനെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല, ഇപ്പോഴാണ് ദീനിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സാധിച്ചത് എന്ന് തബ്ലീഗ് ക്ലാസുകളിൽ പങ്കെടുത്ത അതിന്റെ പ്രവർത്തകരായിക്കൊണ്ടുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. അവർ നിസ്കരിക്കുന്നുണ്ടാകും, ഇഷ്ടം പോലെ സുന്നത്തുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും ധാരാളമായിക്കൊണ്ട്. പക്ഷേ ഇവിടെയും പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ അറാദൽ ആഖിറ, ഒരാൾ ആഖിറത്തിനെ ലക്ഷ്യം വെക്കുന്നു, സ്വർഗ്ഗം ലക്ഷ്യം വെക്കുന്നു, അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുന്നു, വസഅ ലഹാ സഅയഹാ, അതിനുവേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കും, അള്ളാഹുവിന് അർഹമായ പ്രതിഫലം കൊടുക്കും എന്ന് പറയുമ്പോൾ അവിടെയും പരിശുദ്ധ ഖുർആൻ ഒരു നിബന്ധന പറഞ്ഞു, വഹുവ മുഅ്മിൻ. അവന്റെ ഈ സഅയികളെ, അവന്റെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ അവിടെയും നിബന്ധനയുണ്ട്, വഹുവ മുഅ്മിൻ, അവൻ ശരിയായ വിശ്വാസമുള്ളവനായിരിക്കണം. ഇഷ്ടംപോലെ ഹദീസുകളും കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബി ബിദ്അ, അല്ലാഹു തആല ബിദ്അത്തുകാരന്റെ അമലിനെ സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല ബിദ്അത്തുകാരന്റെ അമലുകളെ സ്വീകരിക്കുകയില്ല. ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ബിദ്അത്തിനെ, അവന്റെ പുത്തൻ വിശ്വാസങ്ങളെ, അവന്റെ വ്യതിയാന രീതികളെ എന്നാണ് അവൻ ഉപേക്ഷിക്കുന്നത്, അപ്പോഴേ അല്ലാഹു സാഹിബ് ബിദ്അയുടെ അമലിനെ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, തബ്ലീഗുകാരന്റെ തൊപ്പിയും തബ്ലീഗുകാരന്റെ താടിയും തബ്ലീഗുകാരന്റെ ആളെ പഴപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും പരിശുദ്ധമായ ദീനിന്റെ പരിഗണന പ്രകാരം അപ്രസക്തമാകുന്നത്. നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. ആളുകൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, തബ്ലീഗുകാരൻ എത്ര ദിക്ർ ചൊല്ലിയാലും, ഒരു വഹാബി എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും, ഏതൊക്കെ രൂപത്തിലുള്ള നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്താലും, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബി ബിദ്അ, അല്ലാഹു തആല ബിദ്അത്തുകാരന്റെ അമലുകളെ സ്വീകരിക്കുകയില്ല. അതേത് പ്രവർത്തനമാണെങ്കിലും, നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും സദഖയാണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മസ്ദാദ സാഹിബി ബിദ്അ ഇല്ലസ്ദാദ മിനല്ലാഹി ബുഅദ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മസ്ദാദ സാഹിബ് ബിദ്അ, ഒരു ബിദ്അത്തുകാരൻ എത്ര കണ്ട് തന്റെ ഇബാദത്തുകളെ വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് ഇസ്ദാദ മിനല്ലാഹി ബുഅദ, അല്ലാഹുമായി കൊണ്ട് അവൻ അങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്.
എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തിയറി? എത്ര കണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നു, എത്ര കണ്ട് ഫർളുകളെയും സുന്നത്തുകളെയും കൃത്യമായി കൊണ്ട് സൂക്ഷ്മമായി കൊണ്ട് നിർവഹിക്കുന്നു, അതിനനുസരിച്ച് അള്ളാഹുമായിക്കുള്ള സാമീപ്യം. എന്നാൽ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ബിദ്അത്തുകാരൻ, ഒരു വ്യതിയാന ഭാഗത്തുള്ള ആ വഴിയിലുള്ള ഒരു പ്രവർത്തകൻ, ഒരു വിശ്വാസി എത്ര കണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്നു, എത്ര കണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നു, അതിനനുസരിച്ച് അവൻ അല്ലാഹുവിനെ തൊട്ട് അങ്ങനെ അകന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, തബ്ലീഗുകാരൻ എത്ര കണ്ട് ദിക്റുകൾ ചെല്ലുന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ അവന്റെ വേഷങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും നിസ്കാരത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളും അത് ഏതൊക്കെ രൂപത്തിൽ അവൻ നിർവഹിച്ചാലും ശരി, പരിശുദ്ധമായ ദീനിൽ അതിന് യാതൊരു പരിഗണനയുമില്ല. എന്തുകൊണ്ട്? അവൻ വിശ്വാസ വൈകല്യമുള്ളവനാണ്, അവൻ ബിദ്അത്തിന്റെ വിശ്വാസങ്ങളുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 965 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനമെടുത്തത്. രണ്ടാമതായിക്കൊണ്ട് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്ത് ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ കക്ഷിയാകുന്നു എന്ന് പറയുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഏതൊക്കെ ബാഹ്യമായ പ്രവർത്തനങ്ങളാണെങ്കിലും ആ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, അതിന് മതിയായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ശരിയായ വിശ്വാസത്തോടു കൂടിയായിരിക്കുക എന്നുള്ളത് കണ്ടീഷനാണ്. ഈ കണ്ടീഷനിൽ തബ്ലീഗുകാർ പരാജയപ്പെടുന്നുണ്ട്, കള്ളത്വരീഖത്തുകാർ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള കാട്ടിക്കൂട്ടലാണെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ അവരുടെ ആ പ്രസ്ഥാനം, അവരുടെ ആ വഴി അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ആള് മുജാഹിദായാലെന്താ, ആള് വഹാബി, നല്ല നിസ്കാരമുള്ള ആളാണല്ലോ, നല്ല ദാനധർമ്മങ്ങളുള്ള ആളാണല്ലോ എന്ന്. പക്ഷേ പരിശുദ്ധമായ ദീനിൽ ആ തന്റെ നിസ്കാരങ്ങൾക്കാണെങ്കിലും ദാനധർമ്മങ്ങൾക്കാണെങ്കിലും ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. വഹാബിയാണെങ്കിലും ജമാഅത്തുകാരനാണെങ്കിലും തബ്ലീഗുകാരനാണെങ്കിലും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി, ആ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സവാബ് നൽകുകയില്ല, പ്രതിഫലം നൽകുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അമൻ അറാദൽ ആഖിറ വസആലഹാ സഅയഹാ. ചെയ്യുന്ന ഈ തബ്ലീഗുകാരൻ, ഈ വഹാബി സ്വർഗ്ഗം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും, ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. വമൻ അറാദൽ ആഖിറ വസആലഹാ സഅയഹാ, ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, തന്റെ പ്രവർത്തനങ്ങൾ ദീനിയായി പരിഗണിക്കപ്പെടുന്ന പ്രവർത്തനമാക്കണമെങ്കിൽ വഹുവ മുഅ്മിൻ, അത് കണ്ടീഷനാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അവർ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച കക്ഷിയാകുന്നു എന്ന് പറയുന്നത്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഈ വിഷയം നമ്മൾ പറയുമ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, തബ്ലീഗ് ജമാഅത്തിന്റെ പൊതുവെയുള്ള പ്രവർത്തന രീതി. ആ പ്രവർത്തന രീതികളെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്കറിയാൻ സാധിക്കും തബ്ലീഗ് ജമാഅത്ത് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിയല്ല എന്ന്, അവർ ബിദ്അത്തിന്റെ ആളുകളാകുന്നു എന്ന്. മറ്റൊന്ന്, തബ്ലീഗ് ജമാഅത്തിന്റെ ആധികാരികമായി കൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും തബ്ലീഗ് ജമാഅത്തിന്റെ ഈ യഥാർത്ഥ വസ്തുത നമുക്കറിയാൻ സാധിക്കും. ഈ രണ്ട് മേഖലകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ പൊതുവായ പ്രവർത്തന രീതി. തബ്ലീഗ് ജമാഅത്തിന്റെ പൊതുവായ പ്രവർത്തന രീതികളെ സൂക്ഷ്മമായിക്കൊണ്ട് നാം ഒന്ന് നിരീക്ഷിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, നമ്മൾ സുന്നികളും നമുക്ക് പരിചയമുള്ള നമ്മുടെ കേരളത്തിലെ വഹാബികളും അതുപോലെ തന്നെ ജമാഅത്തുകാരൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. പരസ്യമായി കൊണ്ട് തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പല ഭാഗങ്ങളും. ചില ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ, റബീഉൽ അവ്വൽ മാസം പിറക്കലോടുകൂടി നമ്മുടെ പള്ളികളിലും നമ്മുടെ മദ്രസകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ സന്തോഷത്തിന്റെ ഭാഗമായി കൊണ്ട് മൗലിദ് പാരായണങ്ങൾ ഉണ്ടാകും. പല പള്ളികളിലും സ്ഥാപനങ്ങളിലൊക്കെ ആഘോഷത്തിന്റെ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി കൊണ്ട് പല അലങ്കാരങ്ങളും ഉണ്ടാകും. അധിക പള്ളികളിലും റബീഉൽ അവ്വൽ മാസം 1 മുതൽ തന്നെ മൗലിദ് ആരംഭിക്കും. അത് റബീഉൽ അവ്വൽ 30 വരെ, ലാസ്റ്റ് വരെ ആ മൗലിദ് പാരായണം പള്ളികളിൽ ഉണ്ടാകും. എന്നാൽ ചില പള്ളികളിലാവട്ടെ റബീഉൽ അവ്വൽ 12 വരെ ആയിരിക്കും. ചില പള്ളികളിലാവട്ടെ റബീഉൽ അവ്വൽ മാസത്തിൽ മഹല്ലടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു മൗലിദ് പരിപാടി ഉണ്ടാകും. ആ മൗലിദ് പരിപാടി വരെ, ഇങ്ങനെ ഓരോ മഹല്ലിന്റെയും പള്ളിയുടെയും സ്ഥാപനത്തിന്റെയും പ്രത്യേകമായ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് ആഘോഷ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കുക,
നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന വഹാബികളുടെ പള്ളികളും ജമാഅത്തുകാരുടെ പള്ളികളും, ഈ മുജാഹിദ് പള്ളികളിലും ജമാഅത്ത് പള്ളികളിലും ഒന്നും തന്നെ നമ്മുടെ സുന്നി പള്ളികളിൽ കാണുന്നത് പോലെ റബീഉൽ അവ്വൽ മാസമാകുമ്പോ പ്രത്യേകമായ അലങ്കാരങ്ങളോ അതല്ലെങ്കിൽ സന്തോഷ പ്രകടനത്തിന്റെ വിവിധ രീതികളോ മൗലിദ് പാരായണമോ റബീഉൽ അവ്വൽ ആഘോഷ പരിപാടികളോ ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ വിമർശിക്കുന്നവരാണ് ജമാഅത്തുകാരും വഹാബികളും ഒക്കെ. നമ്മുടെ പള്ളികളും വഹാബി പള്ളികളും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഇതുപോലെ തന്നെ റബീഉൽ ആഖിർ മാസമാകുമ്പോ ഒട്ടുമിക്ക സുന്നി പള്ളികളിലും മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിലുള്ള ജീലാനി അനുസ്മരണങ്ങളും കുതുബിയത്ത് മജ്ലിസുകളും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ന ഒറ്റ വഹാബി പള്ളികളിലും ജീലാനി അനുസ്മരണ പരിപാടിയോ അതല്ലെങ്കിൽ കുതുബിയത്തോ അതുപോലെയുള്ള പരിപാടികളോ ഉണ്ടാവാറില്ല. ഇതും സുന്നികളും വഹാബികളും തമ്മിൽ വളരെ പ്രകടമായിക്കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യത്യാസമാണ്. മാത്രമല്ല, വഹാബികൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായി കൊണ്ട് തന്നെ എതിർക്കുകയും ചെയ്യും. നമ്മുടെ പള്ളികളിലൊക്കെ മൗലിദിന്റെ സദസ്സ്, ഹദ്ദാദിന്റെ സദസ്സ്, നാരിയത്തു സലാത്തിന്റെ സദസ്സ്, ഈ രൂപത്തിലുള്ള പല പരിപാടികളും ഉണ്ടാവാറുണ്ട്. ഇതൊന്നും തന്നെ സുന്നി വഹാബി പള്ളികളിലോ ജമാഅത്ത് പള്ളികളിലോ ഉണ്ടാവാറില്ല. ഇനിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ നാട്ടിൽ കാണുന്ന തബ്ലീഗ് പള്ളികൾ, ആ തബ്ലീഗ് പള്ളികളെ നാം പരിശോധിക്കുക. ഈ തബ്ലീഗ് പള്ളികളെ പരിശോധിക്കുമ്പോൾ ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റബീഉൽ ആഖിറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസും ഹദ്ദാദ് മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു സമീപന രീതിയാണോ, ഏതൊരു സ്വഭാവമാണോ നമുക്ക് വഹാബി പള്ളികളിലും മൗദൂദി പള്ളികളിലും കാണാൻ കഴിയുന്നത്, സമാനമായി കൊണ്ടുള്ള അതേ രീതികളായിരിക്കും ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളികളിൽ നമുക്ക് കാണാൻ കഴിയുക. ഒറ്റ തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളിയിലും റബീഉൽ അവ്വൽ മാസമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ആളുകളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദോ റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളോ ഒറ്റ തബ്ലീഗ് പള്ളികളിലും എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ഒരു കുതുബിയത്തിന്റെ മജ്ലിസ്, ഒരു ഹദ്ദാദിന്റെ മജ്ലിസ്, അതുപോലെ തന്നെ ഒരു ദിക്റിന്റെ മജ്ലിസ്, ഇതൊന്നും തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളികളിൽ എവിടെയും കാണാറില്ല. എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ വഹാബികളും ജമാഅത്തുകാരും ഏതൊരു വഴിയിലാണോ, ഏതൊരു മൈൻഡിലാണോ സുന്നികളുമായി കൊണ്ട് നിലകൊള്ളുന്നതെങ്കിൽ സൈലന്റ് ആയിക്കൊണ്ട്, മൗനമായിക്കൊണ്ട് ആ ഒരു വഴിയിൽ നിലനിൽക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പൊതുവെ പറയാറുള്ള കാര്യമാണ്, ദീനീയായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്, കൂടുതൽ സുന്നത്തുകളെ നിർവഹിക്കുന്നവരാണ്. ആ രൂപത്തിലാണ് അവർ സാധാരണക്കാരായ ആളുകളെ അതിലേക്ക് ആകർഷിപ്പിക്കാറുള്ളത്. എന്നാൽ നമുക്ക് ചോദിക്കാനുള്ളത്, പരിശുദ്ധമായ ദീനിലെ സുന്നത്തുകൾ എന്നാൽ കേവലം പോക്കറ്റിൽ വെക്കുന്ന ഒരു അറാക്ക് കഷ്ടത്തിലോ അതല്ലെങ്കിൽ ഒരു അത്തറ് കുപ്പിയിലോ പരിമിതമല്ലല്ലോ, കേവലം ഒരു തൊപ്പിയിലോ താടിയിലോ പരിമിതമല്ലല്ലോ. എന്തുകൊണ്ട് വഹാബികളും സുന്നികളും വേർതിരിഞ്ഞു നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളിലുള്ള ജാഗ്രത എന്തുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളികളിൽ, സ്ഥാപനങ്ങളിൽ കാണുന്നില്ല? അതുകൊണ്ടാണ് നാം പറയുന്നത് സൈലന്റ് ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മൗലിദുമായിക്കൊണ്ടുള്ള വിമർശനം, മൗലിദുമായിക്കൊണ്ടുള്ള എതിർപ്പ് മുജാഹിദുകൾ വഹാബികൾ പരസ്യമായിക്കൊണ്ട് പറയും. അവർ പരസ്യമായിക്കൊണ്ട് എഴുതും, പരസ്യമായിക്കൊണ്ട് പ്രസംഗിക്കും. മൗദൂദികളും അങ്ങനെ തന്നെ. എന്നാൽ ആ രൂപത്തിൽ ഒരു പരസ്യ നീക്കങ്ങളില്ലാതെ ഏതൊരു പക്ഷത്താണോ, ഏതൊരു രീതിയിലാണോ ഇത്തരം കാര്യങ്ങളിലൊക്കെ വഹാബികളും ജമാഅത്തുകാരും ഉള്ളതെങ്കിൽ മൗനമായിക്കൊണ്ട് ആ ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്ത് ഒരു വഹാബി ചിന്തകൾ, വഹാബി വിശ്വാസങ്ങൾ, ബിദ്ഈ ചിന്തകളുള്ള പ്രസ്ഥാനമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തത് വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ 40 ദിവസത്തിന്റെ ജമാഅത്തിന് പോകുമ്പോൾ അവർ പോകുന്ന ആ വഴികളിൽ, അവർ തമ്പടിക്കുന്ന ഭാഗങ്ങളിൽ ധാരാളമായിക്കൊണ്ട് പലപ്പോഴും മഹാന്മാരുടെ മഖബറകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മഖബറയിൽ കയറിക്കൊണ്ട് തന്റെ കൂടെയുള്ള ആളുകളെ കൂട്ടി ആ മഹാനെ തവസ്സുലാക്കിക്കൊണ്ട് ആ മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതി, യാസീൻ സൂറത്ത് ഓതി, അതല്ലെങ്കിൽ ആ മഹാന്റെ പേരിൽ മൗലിദ് നടത്തിക്കൊണ്ടുള്ള ഒരു ആത്മീയ സദസ്സ് ഒറ്റ തബ്ലീഗ് ജമാഅത്തുകാരും സംഘടിപ്പിക്കാറില്ല. അവർ അതിനെക്കുറിച്ചൊന്നും തീരെ മൈൻഡ് ചെയ്യാറില്ല. മാത്രമല്ല, അവരുടെ ഏത് പരിപാടികളാണെങ്കിലും
ഒരു ഹദ്ദാദിന്റെ സദസ്സോ നാരിയത്തു സലാത്തിന്റെ സദസ്സോ ഒന്നും തന്നെ അവർ സംഘടിപ്പിക്കാറില്ല, ചെയ്യാറില്ല. ഇതുകൊണ്ടൊക്കെ വ്യക്തമായിക്കൊണ്ട് നമുക്കറിയാൻ സാധിക്കും അവരുടെ പൊതുവെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അവർ വഹാബി പക്ഷത്ത്, ബിദ്ഈ പക്ഷത്ത് നിലനിൽക്കുന്ന പുത്തൻ ചിന്തയുടെ ആളുകളാകുന്നു എന്ന്. അതുപോലെ തന്നെ ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അറിയുമ്പോൾ അവിടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. അവിടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ കാര്യം വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ അവസ്ഥ, തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. തബ്ലീഗ് ജമാഅത്തിന്റെ മലയാള ഗ്രന്ഥങ്ങൾ വളരെ കുറവായിരുന്നു എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. ആ സമയങ്ങളിലൊക്കെ തബ്ലീഗ് ജമാഅത്തിന്റെ അപകടങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ പലപ്പോഴും നമ്മൾ ആശ്രയിച്ചിരുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്വീകരിക്കുന്ന, അവരുടേതായി പറയപ്പെടുന്ന ആളുകൾ എഴുതിയിട്ടുള്ള ഉറുദു പുസ്തകങ്ങളാണ്. പക്ഷേ ഈ ഉറുദു പുസ്തകങ്ങൾ ആളുകളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് വായിച്ചർത്ഥം വെച്ച് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കൾ നമ്മെക്കുറിച്ച് പറയും, ഞങ്ങൾക്കില്ലാത്ത പുസ്തകം, ഞങ്ങൾക്കില്ലാത്ത ആശയങ്ങൾ, ഞങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ, അതൊക്കെയാണ് ആ സുന്നി പ്രഭാഷകൻ, ആ സമസ്തയുടെ പ്രഭാഷകൻ, സമസ്തയുടെ ഉസ്താദ് വന്നുകൊണ്ട് പ്രസംഗിച്ചു പോയത്, ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറാറുണ്ട്. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ പാവപ്പെട്ട പ്രവർത്തകരും പറയും, ആ ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങളുടെ ആശയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ 40 ദിവസത്തിലെ ജമാഅത്തിന് അവരുടെ കൂടെ പോയിട്ടുള്ളതാ, എന്ന ഒറ്റ ക്ലാസ്സിൽ പോലും ഒരു ദിവസം പോലും ആ ഉസ്താദ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയവും ഞങ്ങളോട് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടില്ല എന്ന് സാധാരണക്കാരായ തബ്ലീഗിന്റെ പ്രവർത്തകരും പറയാറുണ്ട്. പക്ഷേ ഇപ്പൊ സ്ഥിതി മാറി. ഇപ്പോ ഇഷ്ടം പോലെ തബ്ലീഗ് ജമാഅത്തിന്റെ നമുക്കൊക്കെ പരിചയമുള്ള മലയാള ഭാഷയിൽ തന്നെയുള്ള ഇഷ്ടം പോലെ തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആ തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിക്കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും തബ്ലീഗ് ജമാഅത്തിന്റെ വഹാബി ബന്ധങ്ങളെ കുറിച്ച്, അവരുടെ ബിദ്ഈ ആശയങ്ങളെ കുറിച്ച്. വഹാബി പുസ്തകങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഈ കാണുന്ന പുസ്തകം. ഇതിന്റെ പേര് മആരിഫുൽ ഖുർആൻ എന്ന. ഒരു തബ്ലീഗ് ജമാഅത്തുകാരനും ഇത് ഞങ്ങളുടേതല്ല എന്ന് പറയാൻ സാധ്യമല്ല. അത്രമാത്രം തബ്ലീഗ് ജമാഅത്തിന് ബന്ധമുള്ള ഗ്രന്ഥമാണിത് മആരിഫുൽ ഖുർആൻ. ഒരു വാള്യമല്ല, ധാരാളം വാള്യങ്ങളുള്ള പുസ്തകമാണിത് മആരിഫുൽ ഖുർആൻ. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എടത്തല ജാമിഅ കൗസരിയിൽ നിന്നാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനമാണല്ലോ. മാത്രമല്ല, ഈ മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് കാഞ്ഞാർ മൂസ മൗലാനയാണ്. കാഞ്ഞാർ മൂസ മൗലാനയെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കറിയാം. തന്റെ ജീവിതകാലം മുഴുവനും തബ്ലീഗ് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തിയാണ് കാഞ്ഞാർ മൂസ മൗലാന. കാഞ്ഞാർ മൂസ മൗലാനയാണ് മആരിഫുൽ ഖുർആൻ എന്ന ഈ തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആൻ പരിഭാഷക്ക്, ഖുർആൻ വ്യാഖ്യാനത്തിന് അവതാരിക എഴുതുന്നത്. ഈ അവതാരികയിൽ കാഞ്ഞാർ മൂസ മൗലാന, കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ചീഫ് അമീർ ആയിരുന്ന കാഞ്ഞാർ മൂസ മൗലാന ഇതിന്റെ അവതാരികയിൽ പറയുന്നുണ്ട്, പരിശുദ്ധമായ ദീനിന്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും വികൃതമായ രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾ പിഴച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവരെ ശരിയായ വിശ്വാസത്തിലേക്കും ശരിയായ വഴിയിലേക്കും വഴി നടത്താൻ വേണ്ടിയാണ് ഈ മആരിഫുൽ ഖുർആൻ എന്ന ഉറുദു ഖുർആൻ വ്യാഖ്യാനം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് എന്ന് മൂസ മൗലാന ഇതിന്റെ അവതാരികയിൽ പറയുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഈ ഖുർആൻ വ്യാഖ്യാനം, ഈ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ഓരോ ഭാഗങ്ങളും പരിശോധിക്കുമ്പോൾ ഇഷ്ടം പോലെ വഹാബിവാദങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ, ഇസ്തിഗാസയെ, മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്തിഗാസയെ ആരാണ് വിമർശിക്കാറുള്ളത്? ഇസ്തിഗാസ ശിർക്കാണ്, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, മഹാന്മാരോട് സഹായം തേടാൻ പാടില്ല, മഹാന്മാരുടെ ബറക്കത്തെടുക്കാൻ പാടില്ല, അവരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇവിടെ ആരാണ് പറയാറുള്ളത്? വഹാബികൾ. അതിന്റെ പേരിൽ സുന്നികളുമായി കൊണ്ട് ധാരാളം വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും വഹാബികൾ നടത്താറുണ്ടല്ലോ. മാത്രമല്ല, ഇസ്തിഗാസ ചെയ്യുന്നു, തവസ്സുൽ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ വഹാബികൾ, കേരളത്തിലെ സുന്നികൾ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണെന്ന് എന്ന് പോലും പറഞ്ഞില്ലേ? എന്നാൽ ഒട്ടും വ്യത്യാസമില്ലാത്ത അതേ വാദം മആരിഫുൽ ഖുർആൻ എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 1-ാം ഭാഗം 73-ാമത്തെ പേജിൽ ഞാൻ പറഞ്ഞല്ലോ, കാഞ്ഞാർ മൂസ മൗലാന എന്തായി മആരിഫുൽ ഖുർആനെ കുറിച്ച് പറഞ്ഞത്? ആളുകൾക്ക് വിശ്വാസ വൈകല്യം സംഭവിച്ച്
പ്രവർത്തന വൈകല്യങ്ങൾ സംഭവിച്ച് ആളുകൾ ഇസ്ലാമിന്റെ ശരിയായ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ശരിയായ വിശ്വാസങ്ങളും കർമ്മങ്ങളും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ വ്യാഖ്യാനമെന്ന് കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ചീഫ് അമീർ അവതാരികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മആരിഫുൽ ഖുർആൻ 1-ാം ഭാഗം 73-ാമത്തെ പേജിൽ പറയുന്നു, അല്ലാഹുവല്ലാത്തവരെ സഹായികളായി കണക്കാക്കിക്കൊണ്ട് അല്ലാഹുവല്ലാത്തവരിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും അവരോട് സഹായം തേടൽ കഠിനമായി ശിർക്കാകുന്നു എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ ഈ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നു. ഇതാരുടെ വാദമാണ്? ഇത് സുന്നികൾക്ക് അംഗീകരിക്കാൻ സാധ്യമാണോ? ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 965-ൽ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞു, അവർ ബിദ്അത്തിന്റെ കക്ഷികളാകുന്നു എന്ന്. നമുക്കറിയാമല്ലോ, മഹാന്മാരെ സഹായിക്കും, അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും സഹായിക്കും, അവരിലൂടെ അഭൗതികമായി കൊണ്ട് തന്നെ സഹായങ്ങൾ ലഭിക്കും. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ അവരൊക്കെ രേഖപ്പെടുത്തുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അല്ലാഹു സഹായിക്കും, റസൂലും സഹായിക്കും, വല്ലദീന ആമനു, മുഅ്മിനീങ്ങളും സഹായിക്കും. മുഅ്മിനീങ്ങളും സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഉമൂമു മൻ ആമന മൻ മദാ മിൻഹും വമൻ ബഖിയ. ഈ ആയത്തിന്റെ പരിധിയിൽ സഹായിക്കുമെന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉമൂമു മൻ ആമന മൻ മദാ മിൻഹും വമൻ ബഖിയ, അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും വഫാത്തായവരാണെങ്കിലും അവരൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ പെട്ടിട്ടുണ്ട്, അവരൊക്കെ സഹായിക്കുന്നവരാണ്. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഞാൻ ചുരുക്കി പറയട്ടെ, മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. മഹാനവറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുത്ത് ചെന്നു. മദീനയിൽ വെള്ളമില്ലാതെ ആളുകൾ പ്രയാസപ്പെട്ടു, ക്ഷാമം അനുഭവപ്പെട്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖബർ ശരീഫിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞ സംഭവം ഹദീസുകളിൽ കാണാം. ഇസ്തസ്കലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. ബഹുമാനപ്പെട്ട സഹാബി പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മത്ത് പ്രയാസപ്പെടുകയാണ്, വെള്ളമില്ലാതെ, വെള്ളം വേണം, മഴയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് അല്ലാഹുവിനോട് പറയണം. ഇതാണ് പരിശുദ്ധമായ ദീനിന്റെ രീതി. ഈ സംഭവം മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാന്മാരൊക്കെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ബി ഇസ്നാദിൻ ഹസൻ ബി ഇസ്നാദിൻ സഹീഹ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്നാദുഹു ജയ്യിദുൻ ഇസ്നാദുഹു ഖവിയ്യുൻ. സനദിനെ കുറിച്ച് ഒട്ടും ആലോചിക്കേണ്ടതില്ല, ശക്തമായ സനദാണ്, നല്ല സനദാണ്, സഹീഹായ റിവായത്താണ്. എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറയുന്നു, വഹാബികളെ പോലെ തന്നെ മരണപ്പെട്ടു പോയ മഹാന്മാരോട് ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണെങ്കിലും അഭൗതികമായ മാർഗത്തിൽ, വഹാബികളുടെ അതേ ഭാഷ, അഭൗതികമായ മാർഗത്തിൽ സഹായം തേടൽ ശിർക്കാകുന്നു, അവരുടെ ബറക്കത്ത് പ്രതീക്ഷിക്കൽ ശിർക്കാകും. മാത്രമല്ല, ഇതേ മആരിഫുൽ ഖുർആനിന്റെ 1-ാം വാള്യം 167-ാമത്തെ പേജിൽ കാണാം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നുള്ളത് ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു എന്ന്. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഖുർആനോത്ത് അത് നിഷിദ്ധമാണ്, ഹറാമാണ്. ഇതാരുടെ വാദമാണ്? മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മൾ സുന്നികൾ ആരാണ് വിമർശിക്കാറുള്ളത്? ഇവിടുത്തെ വഹാബികളും മൗദൂദികളുമല്ലേ. എന്നാൽ സമാനമായ അതേ വാദം ഇതേ പുസ്തകത്തിന്റെ 167-ാമത്തെ പേജിൽ പറയുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്. മഹാന്മാരാകുന്ന താബിഈങ്ങളും സഹാബിമാരും ഇമാമിയങ്ങളും പഠിപ്പിച്ചതെന്താ? കാനത്തിൽ അൻസാർ, അൻസാരികളാകുന്ന സഹാബിമാരായിരുന്നു. ഇദാ മാത ലഹുൽ മയ്യിത്ത്, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇഖ്തലഫു ഇലാ ഖബ്രിഹി, ഖബറിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുപോയി കൊണ്ടിരിക്കും. എന്നിട്ടോ യഖറഊന ഇൻദഹുൽ ഖുർആൻ, അവിടെ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുകയും ചെയ്യും. ഇതാണ് മഹാന്മാരാകുന്ന അൻസാരികളാകുന്ന സഹാബിമാരുടെ സ്വഭാവമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിം എന്നിവർ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാത്രമല്ല റബീഉൽ അവ്വൽ ആഘോഷം അത് പാടില്ല, അത് ബിദ്അത്താണ്, നിഷിദ്ധമാണ്, ദുരാചാരമാണ് എന്നൊക്കെ വിമർശിക്കാറുള്ളത് ആരാണ്? ഇവിടുത്തെ വഹാബികളും അതുപോലെ തന്നെ മൗദൂദികളും. എന്നാൽ റബീഉൽ അവ്വൽ ആഘോഷത്തെക്കുറിച്ച് ഇതേ മആരിഫുൽ ഖുർആനിന്റെ 4-ാം വാള്യത്തിൽ പറയുന്നു. റബീഉൽ അവ്വൽ ആഘോഷത്തെക്കുറിച്ച് പറയുന്നത് എന്താ?
ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമെന്ന പേരിൽ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ ഭാഷയെക്കുറിച്ച്, അവരുടെ രീതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമെന്ന പേരിൽ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഇതിനെ അനുകരിച്ചുകൊണ്ട് വിവരമില്ലാത്ത ചില മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അത് നിഷിദ്ധമാണ്. ജന്മദിനാഘോഷം ക്രിസ്ത്യാനികളെ അനുകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു ദുരാചാര പ്രവർത്തനമാകുന്നു എന്നാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളികളിലും തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകരിലും ഇത്തരം സംഗതികളൊന്നും കാണാൻ കഴിയാത്തതും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് നടത്തുന്നെങ്കിൽ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നെങ്കിൽ അതൊരിക്കലും ഏതെങ്കിലും ആളുകൾ അനുകരിച്ചുകൊണ്ടല്ല. അവർ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ അനുകരിച്ചുകൊണ്ടല്ല, ക്രിസ്മസിനെ അനുകരിച്ചുകൊണ്ടല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ റളിയല്ലാഹു അൻഹു, സഹാബിമാരിൽപ്പെട്ടവരാ. മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്നാൽ ഈ ആയത്തിൽ പറയപ്പെട്ട റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പരിശുദ്ധ ഖുർആന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ ആഘോഷിക്കുന്ന നബിദിനം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള തഅലീമിന്റെ ഭാഗമാണത്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളൊക്കെ കൂടിയിരിക്കുമ്പോൾ അവർ വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഫളായിലെ അഅ്മാൽ എന്ന. ഞാൻ ചുരുക്കി പറയുകയാണ്, സമയം കഴിഞ്ഞിട്ടുണ്ട്. ഫളായിലെ അഅ്മാൽ, അമലുകളുടെ മഹത്വങ്ങൾ എന്നാണ്. പൊതുവെ ആ പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ വികലമായ ആശയങ്ങളൊന്നും കാണാൻ സാധ്യമല്ല. അവർ പലപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾ കൂടിയിരുന്നു കൊണ്ട് വായിക്കുന്നത് ഈ പുസ്തകം, ഇതിൽ നിസ്കാരത്തെക്കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചൊക്കെ ഉള്ള ഫളായിലുകളാണ് ആളുകളെ ഇതിലേക്കൊക്കെ ആകർഷിപ്പിക്കാനുള്ള ഹദീസുകളായിട്ടുള്ളത്. ഞങ്ങൾ ഇതേ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ ഇവിടെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഫളായിലെ അഅ്മാൽ എന്ന പുസ്തകത്തിന്റെ ആമുഖം പരിശോധിക്കുമ്പോൾ അതിൽ ചില അപകടങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ വിഷയം പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിലൊക്കെ, പല പള്ളികളിലും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ വന്നുകൊണ്ട് വട്ടം കൂടിയിരുന്നു കൊണ്ട് ക്ലാസ് നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ ഉസ്താദുമാരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസപ്പെടുകയും ചെയ്യും. അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യം, ഞങ്ങൾ ഈ പുസ്തകമല്ലേ വായിക്കണുള്ളൂ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കണില്ലല്ലോ, ഇതിൽ തർക്കങ്ങളൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ ആ പുസ്തകത്തിന്റെ ആമുഖം നോക്കുമ്പോൾ ആ പുസ്തകത്തിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹി, സയ്യിദ് ഇസ്മായിൽ ഷഹീദിനെ പോലെയുള്ള ചില ആളുകൾ. ഞാൻ ചുരുക്കുകയാണ്, വിശദീകരിച്ച് പറയാൻ സമയമില്ല. ഇവരൊക്കെ ഉത്തരേന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടുള്ള വളരെ കഠിനമായ വഹാബി ചിന്താഗതികളുമായി കൊണ്ട് കഴിഞ്ഞു പോയ ചില ആളുകളാണ്. ഈ ഇസ്മായിൽ ഷഹീദിനെ കുറിച്ചും റഷീദ് അഹമ്മദ് ഗംഗോഹിയെ കുറിച്ചും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരാകുന്നു എന്നും ഖുതുബുൽ ആലമാകുന്നു എന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഈ ഫളായിലെ അഅ്മാൽ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നത്. റഷീദ് അഹമ്മദ്, സയ്യിദ് ഇസ്മായിൽ ഷഹീദിന്റെയും അതുപോലെ തന്നെ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഒക്കെ പുസ്തകങ്ങൾ, ഫതാവ റഷീദിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, വായിച്ചു പറയാൻ സമയമില്ല. ഈ പുസ്തകത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ മൗലിദിനെ വിമർശിക്കുന്ന, അംബിയാഇന്റെ ഇസ്മത്തിനെ നിഷേധിക്കുന്ന, അംബിയാഇന്റെ തബറുക്കിനെ നിഷേധിക്കുന്ന, ഇതൊക്കെ വെറും കേവലം നിഷേധിക്കൽ മാത്രമല്ല, ഇത്തരം സംഗതികളുമായി കൊണ്ട് ഇടപെടുമ്പോൾ ഔലിയാക്കൾക്കും അംബിയാക്കൾക്കും ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചാൽ അതൊക്കെ ശിർക്കാകുന്നു എന്ന് വരെ വളരെ ക്ലിയർ ആയിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഈ ഫതാവ റഷീദിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത്തരം വഹാബി ആശയങ്ങളെ അതിന്റെ പ്രചാരകരായിട്ടുള്ള, അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള തീർത്തും കഠിന വഹാബികളായിട്ടുള്ള റഷീദ് അഹമ്മദ് ഗംഗോഹിയെ പോലെയുള്ള, ഇസ്മായിൽ ഷഹീദിനെ പോലെയുള്ള ആളുകളെ ഖുതുബുൽ ആലമായിക്കൊണ്ട്, വലിയ ഔലിയാക്കളായിക്കൊണ്ട് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന സ്വഭാവം കൂടി തബ്ലീഗ് ജമാഅത്തിനുണ്ട്. ഇങ്ങനെ ധാരാളം വൈകല്യങ്ങൾ നമുക്ക് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇതാണ് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനപരമായി കൊണ്ട് നാം അറിയേണ്ടത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ പറഞ്ഞതിന്റെ ആകത്തുക. പരിശുദ്ധമായ ദീനിൽ
സൽക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് കണ്ടീഷനാണ്, ഡിമാൻഡാണ്. വിശ്വാസ വൈകല്യത്തോടുകൂടി ആരെന്തൊക്കെ പ്രവർത്തിച്ചാലും ശരി, ദീനിൽ അതിന് യാതൊരു പരിഗണനയുമില്ല. ഈ വിശ്വാസ വൈകല്യമാണ് തബ്ലീഗ് ജമാഅത്തിന് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ജമാഅത്തുകാരും വഹാബികൾ കുറച്ച് കഠിനമായ ഭാഷയിൽ പറയും. അത്ര കഠിനമായ ഭാഷയിലല്ലെങ്കിലും ജമാഅത്തുകാരും പറയാറുണ്ട്, നമ്മളുമായി കൊണ്ടുള്ള സുന്നികളുമായി കൊണ്ടുള്ള എതിർപ്പ് അവർ പ്രകടിപ്പിക്കും. പക്ഷെ സുന്നികളുമായി കൊണ്ടുള്ള എതിർപ്പ് പ്രവർത്തനങ്ങളിലും വാക്കുകളിലും സംസാരങ്ങളിലും പ്രകടിപ്പിക്കാതെ ഒരു സൈലന്റ് ആയിക്കൊണ്ട് മൗനമായിക്കൊണ്ട് വഹാബി പക്ഷത്ത് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. അവർ വഹാബി പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്ന് തബ്ലീഗ് ജമാഅത്തിലെ സ്ഥാപനങ്ങളും പള്ളികളൊക്കെ അവരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. റബീഉൽ അവ്വൽ മാസമാണ് വരുന്നത്. നമ്മുടെ പള്ളികളിലൊക്കെ മൗലിദ് നബി ആഘോഷം വരും. ഒറ്റ തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളികളിലും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കാണൂല. തബ്ലീഗ് ജമാഅത്തിലെ സാസുകളിലൊന്നും ഒരു ഹദ്ദാദോ മൗലിദോ എന്ന് പറഞ്ഞാൽ വഹാബികൾ നമ്മളെ എതിർക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിലെല്ലാം തന്നെ പ്രവർത്തനം കൊണ്ട് തബ്ലീഗിന്റെ ആളുകൾ വഹാബി പക്ഷത്ത് നിലനിൽക്കുന്നു. ഇതേ കാര്യം അവിടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കറിയാൻ സാധിക്കും. ഹക്കിനെ ഹക്കായിക്കൊണ്ട് മനസ്സിലാക്കി ഹക്കിന്റെ ഭാഗത്ത് പ്രവർത്തിക്കാൻ, അഥവാ സമസ്തയുടെ ഭാഗത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ശുവൈദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞവരാ. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്, വലിയൊരു നിഅമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ കീഴിലായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു ഒരു വ്യക്തിക്ക് ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹമാണ് ബഹുമാനമുള്ള ഉസ്താദുമാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന ആലിമീങ്ങളുടെ ഉസ്താദുമാരിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നിഴൽ, ഈ തൗഫീഖ്, ഈ നിഅമത്ത് അള്ളാഹു നമ്മുടെ മരണം വരെ നിലനിർത്തട്ടെ. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. പരിശുദ്ധമായ ദീൻ, അത് സുന്നത്ത് ജമാഅത്താണ്. അതിന്റെ ഖാദിമീങ്ങളായിക്കൊണ്ട് നിലനിൽക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.